ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ചെയിൻ റൂളാണ്, ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ. ചെയിൻ റൂളാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ചെയിൻ റൂളിൻ്റെ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസും ആണ് പഠിക്കാനുള്ളത് കേട്ടോ. ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ് നമ്മൾ തേർഡ് മൊഡ്യൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസിൻ്റെ അണ്ടറിൽ വരുന്ന ചെയിൻ റൂൾ മാത്രം നമുക്ക് ഈ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചാൽ മതിയാകും. ഓക്കെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ റൂൾ, ഫങ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ എന്താണ് ചെയിൻ റൂൾ എന്ന് നമുക്ക് പഠിക്കാം. കുറച്ചൊക്കെ നിങ്ങൾ 12th പഠിച്ചിട്ടുണ്ടാവും ചെയിൻ റൂളിനെ പറ്റിയിട്ട്. അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രോബ്ലംസ് അഡ്വാൻസ്ഡ് ലെവൽ എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ശ്രദ്ധിച്ച കുട്ടികളെ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, W എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ W ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്നിരിക്കട്ടെ. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മിസ് എഴുതുവാണ് W ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇപ്പോൾ W എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിനെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ നമുക്ക് എന്ത് പറയാം? W ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയാം. അപ്പോൾ W ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഇതിനകത്ത് എക്സും വൈയും ഉണ്ടല്ലോ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത്, ലെറ്റ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി. അതെങ്ങനെ നമുക്ക് പറയാം? എക്സാമ്പിൾ എടുക്കുകയാണ് കേട്ടോ, ജസ്റ്റ് എക്സാമ്പിൾ മാത്രം. എക്സ് ഇസ് ഈക്വൽ ടു ടി റൈസ് ടു 4 എന്നിരിക്കട്ടെ, ആൻഡ് വൈ ഈക്വൽ ടു 2t സ്ക്വയർ എന്നിരിക്കട്ടെ. അതായത് എന്താണ്? W എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. അതായത് W ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ, ബട്ട് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഡെറിവേറ്റീവ് ഓഫ് W വിത്ത് റെസ്പെക്ട് ടു ടി. അതായത് dW ബൈ dt നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചെയിൻ റൂൾ വഴി പഠിക്കുന്നത്. dW ബൈ dt നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ട്രീ ഡയഗ്രാം വരച്ച് നോക്കാം, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ട്രീ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം നോക്കിക്കേ. W എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. W ഈക്വൽ ടു എന്താണ്? എഫ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, ഈ W എന്ന് പറയുന്നത് എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. എന്തുകൊണ്ടാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്? W ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അപ്പോൾ W എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ്. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണ് ആണല്ലോ. ഓക്കെ, അപ്പോൾ W മിസ് ട്രീ ഡയഗ്രാം വരയ്ക്കുകയാണ്. അപ്പോൾ W എന്ന് പറയുന്നത് ഒരു പോയിന്റ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി W എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ. അപ്പോൾ W എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയതുകൊണ്ട് W ഡിപ്പെൻഡ്സ് അപ്പോൺ ബോത്ത് എക്സ് ആൻഡ് വൈ. ഓക്കെ, ക്ലിയർ? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കില്ല, പകരം എന്താ? പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ W ബൈ ഡോ എക്സ് കിട്ടും. ഡബ്ല്യുവിനെ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ W ബൈ ഡോ വൈ കിട്ടും. ഇത്രയും നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഈ എക്സും വൈയും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? സിംഗിൾ വേരിയബിൾ ആയിട്ടുള്ള ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എക്സും വൈയും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടി. ഇനി ടീനെ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി അലോൺ ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് ടി അലോൺ. സിംഗിൾ വേരിയബിൾ ആകുമ്പോൾ നമുക്ക് അവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നമുക്ക് ഏതെടുക്കാം? ടോട്ടൽ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എന്തെടുക്കാം? dx ബൈ dt എടുക്കാം. ഡോൻ്റെ ആവശ്യമില്ല, പാർഷ്യലി വേണ്ട, പകരം dx ബൈ dt എടുത്താൽ മതിയാകും. ബിക്കോസ് എക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ സിംഗിൾ വേരിയബിൾ t ആൻഡ് y ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ സിംഗിൾ വേരിയബിൾ t. സിംഗിൾ വേരിയബിൾ ആകുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്കിവിടെ dx ബൈ dt മതി, പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ആവശ്യം ഇല്ല. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി വൈന്ന് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? dy ബൈ dt. ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ dy ബൈ dt. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ആൾ ആരാണ്? W ആണ് നമ്മുടെ ആൾ. അപ്പോൾ ഡബ്ല്യുവിന് എവിടെ വരണം?
ടിയിലേക്ക് വരണം. ഇപ്പോൾ ഡബ്ല്യുവിന് ടിയിലോട്ട് വരാൻ നമുക്ക് രണ്ട് മാർഗ്ഗമുണ്ട് അല്ലേ, രണ്ട് വഴിയുണ്ട്. ഒന്ന് എക്സിൽ വന്നിട്ട് എക്സിന്ന് ടിയിലേക്ക് വരാം, പ്ലസ് വൈയിൽ വന്നിട്ട് വൈന്ന് ടിയിലോട്ട് വരാം. ഓക്കെ, മനസ്സിലായോ? ഡബ്ല്യുവിന് ടിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്ന വേരിയബിളിന് വിത്ത് റെസ്പെക്ട് ടു ടി ഡബ്ല്യുവിൽ വരുന്ന ചേഞ്ച് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഡബ്ല്യുവിന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഡബ്ല്യു എക്സിൽ വരുന്നു, എക്സിന്ന് ടിയിലോട്ട് വരുന്നു, ഡബ്ല്യു വൈയിൽ വരുന്നു, വൈന്ന് ടിയിലോട്ട് വരുന്നു. ഓക്കെ, അങ്ങനെ രണ്ട് പാത്തിലൂടെ ഡബ്ല്യുവിന് എവിടെ എത്താൻ പറ്റും? ടിയിലെത്താൻ പറ്റും. അപ്പോൾ എക്സിലൂടെ ടിയിലെത്താം, വൈയിലൂടെയും ടിയിലെത്താം. അപ്പോൾ എക്സിലൂടെയും വൈയിലൂടെയും മാത്രമേ ഡബ്ല്യുവിന് ടിയിലെത്താനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ. അതുകൊണ്ട് ഈ എക്സിനെ വൈനെ നമ്മൾ എന്തെന്ന് പറയുമെന്ന് അറിയോ? ഇന്റർമീഡിയറ്റ് വേരിയബിൾ എന്ന് പറയും. എന്തെന്ന് പറയും? ഇന്റർമീഡിയറ്റ് വേരിയബിൾ എന്തെന്ന് പറയും? ഇന്റർമീഡിയറ്റ് വേരിയബിൾ. ആൻഡ് ഫൈനൽ ടി എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് അല്ലേ. ഈ ടിക്ക് ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാം അല്ലേ. സോ അത് ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അപ്പോൾ ടി എന്ന് പറയുന്നത് നമ്മൾ എന്തെന്ന് പറയും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. വാട്ട് ഈസ് ടി? ടി ഈസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വൈയും എക്സും എന്താ? ഇന്റർമീഡിയറ്റ് വേരിയബിൾ. വാട്ട് ഈസ് ഡബ്ല്യു? ഡബ്ല്യു ഈസ് ദ ഡിപ്പെൻഡന്റ്, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണല്ലേ. ഡിപ്പെൻഡ് അപ്പോൺ എക്സ് ആൻഡ് വൈ ഇൻ ടേൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ടി. ഓക്കെ, അതുകൊണ്ട് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ട എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി ആണ് വേണ്ടത്. ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം കുട്ടികളെ? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മിസ് എന്താ പറഞ്ഞത്? ഡബ്ല്യുവിന് എക്സ് വഴി ടിയിലോട്ട് എത്താം, ഡബ്ല്യുവിന് വൈ വഴിയും ടിയിലോട്ട് എത്താൻ പറ്റും. അപ്പോൾ രണ്ട് പാത്തുണ്ടല്ലേ, നമുക്ക് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി ടി കിട്ടും. വി ഗോ ഡി ഡബ്ല്യു ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു എന്ന് തന്നെ എഴുതണം. അവിടെ ഡി എഴുതരുത്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു dx by dt, dx by dt, not dou x by dou t, dx by dt. പ്ലസ് അടുത്ത പാത്ത് ഏതാണ് കുട്ടികളെ? ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, ഓക്കെ. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, 2 വേരിയബിൾസ് ആകുമ്പോൾ നമുക്ക് എക്സും വൈയും മതി കേട്ടോ. മോർ ദാൻ 2 വേരിയബിൾസ് നമ്മൾ അടുത്ത മൊഡ്യൂളിലെ 3rd മൊഡ്യൂളിൽ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കായിട്ട് നമ്മളത് പഠിക്കും. അന്നേരം നമുക്ക് മോർ ദാൻ 2 വേരിയബിൾസ് വരുന്നത് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ട്രീ ഡയഗ്രാം എന്നാണ് ഇതിനെ പറയുന്നത്. എക്സാമിന് മേ ബി എ പാർട്ടിൽ ട്രീ ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പോൾ ചോദിക്കാം. പുതിയ സ്കീം ആയതുകൊണ്ട് പുതിയ ക്വസ്റ്റ്യൻ പേപ്പറാണ് വരാൻ പോകുന്നത്. നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. ട്രീ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പഠിച്ചു വെക്കുക. ഇത് ഓക്കെ അല്ലേ? ട്രീ ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഇത് ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിസ് ഈ ഒരു ടൈപ്പ്, അതായത് ഡി ഡബ്ല്യു ബൈ ഡി ടി കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസ് മാത്രമാണ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ കണ്ടോ എക്സും വൈ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വേരിയബിൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിംഗിൾ വേരിയബിൾ ടി ആണ്. അപ്പോൾ ഇതിന് പുറമെ സിംഗിൾ വേരിയബിൾ അല്ലാതെ മോർ ദാൻ 1 വേരിയബിൾ വരുന്ന കേസസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് കൺസിസ്റ്റ് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ഒരു ടൈപ്പിൻ്റെ പ്രോബ്ലംസ് കൂടെ ചെയ്യുമ്പോൾ കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഫോമുല ഒന്നുകിൽ നിങ്ങൾ ട്രീ ഡയഗ്രാം വരച്ചിട്ട് പഠിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കുക. ഇവിടെ ഡോ ഡബ്ല്യു ആണ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആ വന്നേക്കുന്നത്. ഇവിടെ ഡോ എക്സ് ആകുമ്പോൾ ഇവിടെ ഡി എക്സ് ആ വരുന്നതെന്ന് ഓർത്താൽ മതി. ഇവിടെ ഡോ വൈ ആകുമ്പോൾ ഇവിടെ ഡി വൈ ആ വരുന്നതെന്ന് ഓർത്താൽ മതി. നമുക്ക് എന്താ വേണ്ടത്? ഡോ ഡബ്ല്യു ബൈ ഡോ ടി ആണ് വേണ്ടത്. ഡോ ഡബ്ല്യു ബൈ ഡോ ടി. ഇവിടെ ഡോ എക്സ് ആകുമ്പോൾ ഇവിടെ ഡി എക്സ്, ഇവിടെ ഡോ വൈ ആകുമ്പോൾ ഇവിടെ ഡി വൈ. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ ക്രോസ് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഇവിടെ ഡോ ഡബ്ല്യു ഇവിടെ ഡി ടി, ഡോ ഡബ്ല്യു ഇവിടെ ഡി ടി. ആ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ട്രീ ഡയഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ തെറ്റില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. സംഭവം മനസ്സിലായല്ലോ എങ്ങനെയാണ് വന്നു എന്നുള്ളത്. ഇനി പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. യൂസ് ചെയിൻ റൂൾ, ഫൈൻഡ് dw by dt at the given point t equal to pi
such that w equal to x square plus y square, x is equal to cos t and y equal to sin t. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള തോമസ് കാൽക്കുലസ് ഇല്ലേ, ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കിക്കേ, എന്താ തന്നേക്കുന്നത്? ഡബ്ല്യു എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ. ഡബ്ല്യു എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ് ആൻഡ് വൈ, ബട്ട് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആൻഡ് വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച സെയിം ആ റൂളാണ് വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം എന്താണ്, വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡി ഡബ്ല്യു ബൈ ഡി ടി, ദാറ്റ് ഇസ് എ ടോട്ടൽ ഡെറിവേറ്റീവ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എന്താണ് ഫോർമുല, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ആണല്ലോ. ഓക്കെ, ഇനി എല്ലാ ടേംസും നമ്മൾ കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു പൈയിൽ എന്താണ് ഡി ഡബ്ല്യു ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഡോ ഡബ്ല്യു ബൈ ഡോ എക്സും ഡോ ഡബ്ല്യു ബൈ ഡോ വൈയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2y എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാൻ പറ്റുന്ന കുട്ടികളെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുക. അതല്ല തീരെ ബേസ് അറിയത്തില്ല, ഡെറിവേറ്റീവ് ഒന്നും എടുക്കാൻ അറിയാത്ത കുട്ടികളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ സ്റ്റെപ്സ് എഴുതി പറഞ്ഞു തരുന്നത് കേട്ടോ. അറിയാനുള്ള കുട്ടികൾ സ്കിപ്പ് ചെയ്തോളൂ, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തു പൊക്കോളൂ. അറിഞ്ഞൂടാത്തവർ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. സോ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്, ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ എന്താണ് 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും കുട്ടികളെ, 2y അല്ലേ. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 2y. ഓക്കെ അല്ലേ. ഓക്കെ, നമുക്ക് ഡോ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് 2x പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ സ്ക്വയർ. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എന്താണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. സോ വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2x ഇതെന്ത് കിട്ടി, 2y എന്ന് പറയുന്നത് കിട്ടി. കഴിഞ്ഞില്ല, ഇനി നമുക്ക് ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. So we have dx by dt which is equal to d by dt of x ന്റെ വാല്യൂ എന്താണ്, cos t ആണല്ലോ. cos t ന്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ ടി. പാർഷ്യൽ ഡെറിവേറ്റീവ് അല്ല കേട്ടോ, ബിക്കോസ് ഇവിടെ cos t എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടി ഒള്ളിയാണ്. അതുപോലെ അടുത്ത നമുക്ക് വേണ്ട ഡി വൈ ബൈ ഡി ടി. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഡി വൈ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വൈ. വൈൻ്റെ വാല്യൂ എന്താ, വൈ ഈസ് സൈൻ ടി ആണല്ലോ. സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, cos t. കിട്ടിയല്ലേ, നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ജസ്റ്റ് ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ആൻസർ കിട്ടും. സോ വി ഹാവ്, നമുക്ക് എന്താ വേണ്ടത്, ഡി ഡബ്ല്യു ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്താ കിട്ടിയത്, 2x ഇൻറ്റു എന്താ, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ദാറ്റ് ഈസ് മൈനസ് സൈൻ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ബൈ ഡോ വൈ നമുക്ക് എന്താ കിട്ടിയത്, 2y ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ദാറ്റ് ഈസ് കോസ് ടി. അപ്പം എന്ത് കിട്ടി, മൈനസ് 2x സൈൻ ടി പ്ലസ് 2y കോസ് ടി. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ റിസൾട്ട് എന്ന് പറയുന്നത് ടി തന്നെ കിട്ടണം കേട്ടോ. ഇവിടെ ഇപ്പോൾ എക്സും ഉണ്ട് വൈയും ഉണ്ട്. സോ വാട്ട് ഈസ് എക്സ്, എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് ടി ആണല്ലോ. വൈ എന്താണ്, സൈൻ ടി ആണേ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, -2 എക്സിന് വരെ എന്ത് കൊടുക്കാം, കോസ് ടി ഇൻറ്റു സൈൻ ടി പ്ലസ് 2 ഇൻറ്റു വൈ. വൈ ഈസ് സൈൻ ടി ഇൻറ്റു
cos t. അപ്പോൾ -2 cos t sin t plus 2 sin t cos t ക്യാൻസൽ ചെയ്യാം, which is equal to 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് dw/dt at t equal to pi എന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? given w equal to x square plus y square എന്ന് തന്നിട്ടുണ്ട് ആണല്ലോ. ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? dw/dt കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് കോസ് ടിയും വൈക്ക് സൈൻ ടിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയിലൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. w equal to what is x square cos square t plus what is y square sin square t അല്ലേ? എക്സ് കോസ് ടി ആകുമ്പോൾ എക്സ് സ്ക്വയർ എന്താ? കോസ് സ്ക്വയർ ടി. വൈ സൈൻ ടി ആകുമ്പോൾ വൈ സ്ക്വയർ എന്താ? സൈൻ സ്ക്വയർ ടി. അപ്പോൾ w ഈക്വൽ ടു കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ടി എന്ന് പറയുന്നത് 1 ആണ് ആണല്ലോ. അപ്പോൾ w ഈക്വൽ ടു 1 ആകുമ്പോൾ dw/dt വാല്യൂ എന്താണ്? 0 ആണ്. 0 ആണ്. അപ്പോൾ സോ അറ്റ് നമുക്ക് എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? അറ്റ് t ഈക്വൽ ടു പൈയിൽ dw/dt. അപ്പോൾ dw/dt വാല്യൂ 0 ആണ്. സോ അതുകൊണ്ട് dw/dt അറ്റ് t ഈക്വൽ ടു പൈയും എന്ത് തന്നെ ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? w equal to x square plus y square given x is equal to cos t plus sin t and y equal to cos t minus sin t at t equal to 0 find dw/dt ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് കണ്ടുപിടിക്കാം dw/dt. കണ്ടോ, w is a function of x and y and x and y is a function of t ആണ് അല്ലേ? w is a function of x and y and x and y are the function of t ആകുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഫോർമുലയില്ലേ, ആ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് dw/dt കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ∂w/∂x ഇൻറ്റു dx/dt പ്ലസ് ∂w/∂y ഇൻറ്റു dy/dt ഇതാണ് നമ്മുടെ ഫോർമുല. സോ കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ∂w/∂x and ∂w/∂y കാൽക്കുലേറ്റ് ചെയ്യാം. സോ വി ഹാവ് ∂w/∂x which is equal to ∂w/∂x of x square plus y square which is equal to എന്ത് കിട്ടും? ∂w/∂x of x square is 2x. ∂w/∂x of y square is 0 because partial derivative of y square with respect to x എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, സോ 2x എന്ന് പറയുന്നത് കിട്ടി. Then ∂w/∂y which is equal to ∂w/∂y of x square plus y square ആണല്ലോ. ∂w/∂y of x square എന്താ? 0 plus ∂w/∂y of y square എന്താ? 2y. Okay, 0 plus 2y is what? 2y. ഇനി നമുക്ക് എന്താ വേണ്ടേ? dx/dtയും dy/dtയും വേണം. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് dx/dt which is equal to d/dt of what is x? x എന്ന് പറയുന്നത് എന്താണെന്ന് തന്നേക്കുന്നത്? x is equal to cos t plus അല്ലേ? cos t plus sin t. ഓക്കെ, സോ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് d/dt of cos t എന്താ? മൈനസ് സൈൻ ടി പ്ലസ് d/dt of sin t എന്താ? cos t. അപ്പം നമുക്ക് എന്ത് കിട്ടി? മൈനസ് സൈൻ ടി പ്ലസ് കോസ് ടി. അതുപോലെ നമുക്ക് dy/dt കാൽക്കുലേറ്റ് ചെയ്യാം. is equal to d/dt of what is y? y is cos t minus sin t. Okay, is equal to d/dt of cos t എന്ന് പറയുന്നത് മൈനസ് സൈൻ ടി. ഓക്കെ, മൈനസ് d/dt of sin t എന്ന് പറയുന്നത് എന്താണ്? കോസ് ടി. ഓക്കെ, നമുക്ക് എല്ലാ ടേംസും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഹാവ് dw/dt which is equal to ∂w/∂x that is 2x into dx/dt that is minus sin t plus cos t plus ∂w/∂y that is 2y into dy/dt that is minus sin t minus cos t, right? Okay.
which is equal to നമുക്ക് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണേ. എക്സ് ഇസ് ഈക്വൽ ടു എന്താ തന്നേക്കുന്നത്? 2 ഇൻറ്റു വാട്ട് ഈസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് കോസ് ടി പ്ലസ് സൈൻ ടി ആണ്. എക്സ് ഇസ് ഈക്വൽ ടു കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു ഇവിടെ എന്ത് വരും? കോസ് ടി മൈനസ് സൈൻ ടി. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു വാട്ട് ഈസ് വൈ? വൈ എന്ന് പറയുന്നത് കോസ് ടി മൈനസ് സൈൻ ടി ആണ്. സോ കോസ് ടി മൈനസ് സൈൻ ടി ഇൻറ്റു ഇവിടെ നിന്നൊരു മൈനസ് പുറത്തെടുക്കുക. ഇവിടെ മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി എന്നൊരു മൈനസ് പുറത്തെടുക്കാവേ. ഇൻറ്റു മൈനസ് ഓഫ് സൈൻ ടി പ്ലസ് കോസ് ടി. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ്, നമുക്ക് എന്ത് കിട്ടും? ഇത് ആൻസർ എന്ത് കിട്ടും? 2 cos t പ്ലസ് സൈൻ ടി. ഇത് നമുക്ക് 2 ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടി ഇൻറ്റു കോസ് ടി മൈനസ് സൈൻ ടി എന്ന് പറയുന്നത് കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി ആണ്. ഇവിടെ 2 ഇൻറ്റു ഇവിടെ ഒരു -1 ഉണ്ട്. 2 ഇൻറ്റു -1 -2 ഇൻറ്റു എന്ത് കിട്ടും? ഇവിടെയും കോസ് ടി മൈനസ് സൈൻ ടി ഇൻറ്റു കോസ് ടി പ്ലസ് സൈൻ ടി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി. ഇവിടെ നോക്കിക്കേ, 2 ഇൻറ്റു കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി -2 ഇൻറ്റു കോസ് സ്ക്വയർ ടി മൈനസ് സൈൻ സ്ക്വയർ ടി ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടുക? 0 ആണ് കിട്ടുന്നത്. സോ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ഡബ്ല്യൂയിൽ എന്താണ് എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി ഡബ്ല്യു ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. So we have given w equal to x square plus y square alle. So what is x? Cos t plus sin t. So cos t plus sin t the whole square plus cos t minus sin t the whole square ആണല്ലോ. ഇങ്ങനെയല്ലേ നമുക്ക് കിട്ടുക? cos t plus sin t the whole square നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്? cos square t plus sin square t plus 2 cos t into sin t. ഇനി ഇവിടെ എന്ത് കിട്ടും? cos t minus sin t the whole square ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക? cos square t plus sin square t minus 2 cos t into sin t. അപ്പോൾ ഇവിടെ പ്ലസ് 2 cos t sin t ഉണ്ട്, ഇവിടെ -2 cos t sin t ഉണ്ട് അല്ലേ. cos square t plus sin square t 1, ഇവിടെ ഒരു cos square t plus sin square t എന്ന് പറയുന്നത് 1 ആണ്. സോ വി ഹാവ് 1 plus 1. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ? 2. w equal to 2 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. സോ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റിനകത്ത് ഒരു പോർഷൻ കൂടെ ഉണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? അറ്റ് ടി ഈക്വൽ ടു 0 ആണ് നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി ടിൻ്റെ വാല്യൂ നമുക്ക് 0 ആയി കിട്ടിയേക്കുന്നത് അല്ലേ. സോ വി ഹാവ് ഡി ഡബ്ല്യു ബൈ ഡി ടി അറ്റ് ടി ഈക്വൽ ടു 0 എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി ടിൻ്റെ വാല്യൂ അറ്റ് എനി പോയിന്റ് ഓഫ് ടിൻ്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയേക്കുന്നത്? 0 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു 0 ആയാലും വാല്യൂ എന്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് dz by dt if z equal to or z equal to 3x square into y cube where x is equal to t raised to 4 and y equal to t cube. Okay, ചെയ്യാം. So we have using chain rule we have നോക്കിയാൽ മതി നിങ്ങൾ. z depends upon x and y and x and y. ഇവിടെ ഇങ്ങനെ തന്നെ z depends upon x and y and both x and y depends upon t ആണ്. സോ ഏത് ചെയിൻ റൂളാണ് യൂസ് ചെയ്യേണ്ടത്? we have dx not dx dz by dt which is equal to നമുക്ക് എന്ത് കിട്ടും? dou z by dou x into dx by dt plus dou z by dou y into
dy by dt. ഓക്കെ, ഓരോ ടേംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. So we have എന്ത് കിട്ടി, dou z by dou x which is equal to dou by dou x of what is, നമുക്ക് z എത്ര തന്നേക്കുന്നത് 3 into x square into y cube ആണല്ലോ, which is equal to with respect to x ആണ് ചെയ്യുന്നത്, പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ x ഒഴികെ ബാക്കിയുള്ള ടേംസ് എല്ലാം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ഫൈൻഡ് 3y cube നമുക്ക് കോമൺ എടുക്കാം, 3 dou by dou x of x square അല്ലേ into dou by dou x of x square which is equal to എന്ത് കിട്ടും 3y cube into x squareൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു x 2x ആണല്ലോ, 3 into 2 ചെയ്യുമ്പോൾ 6y cube into x എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് dou z by dou x. ഇനി അതുപോലെ നമുക്ക് dou z by dou y കാൽക്കുലേറ്റ് ചെയ്യാം, which is equal to എന്ത് കിട്ടും dou by dou y of 3x square into y cube which is equal to with respect to y ചെയ്യുമ്പോൾ y ഒഴികെ ബാക്കിയുള്ള ടേംസ് എല്ലാം കോൺസ്റ്റന്റ്. ഇവിടെ 3x square നമുക്ക് പുറത്തെടുക്കാം, അന്നേരം എന്ത് കിട്ടും 3x square into dou by dou y of what y cube which is equal to 3x square into y ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താ 3 into y square which is equal to എന്ത് കിട്ടും 3 into 3 9x square y square. ഓക്കെ, ഇനി എന്താ നമുക്ക് വേണ്ടത്, ഡി എക്സ് ബൈ ഡി ടിയും ഡി വൈ ബൈ ഡി ടിയും കാൽക്കുലേറ്റ് ചെയ്യണം. സോ നൗ വി ഹാവ് ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട് ഈസ് എക്സ്, എക്സ് എത്ര തന്നേക്കുന്നത് ടി റൈസ് ടു 4 റൈറ്റ്. അപ്പോൾ എന്ത് കിട്ടും 4 ഇൻറ്റു ടി റൈസ് ടു 3. അറിയാം അല്ലേ, ടി റൈസ് ടു എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്താ എൻ ഇൻറ്റു ടി റൈസ് ടു എൻ മൈനസ് 1. അതുപോലെ ടി റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4 into t raised to 4 minus 1 that is 4 into t raised to 3. Okay, അതുപോലെ നമുക്ക് എന്ത് വേണം dy by dt വേണം. So we have dy by dt is equal to d by dt of y. What is y? t raised to 3 which is equal to 3 into t square, 3 into t square. Now നമുക്ക് എല്ലാ ടേംസും കിട്ടിയല്ലേ, നമുക്കിനി dz by dt കാൽക്കുലേറ്റ് ചെയ്യാം. dz by dt is equal to എന്താ dou z by dou x into dx by dt. ഇപ്പോൾ dou z by dou x നമുക്ക് എത്രയാണ് കിട്ടിയത് 6 into y cube x ആണല്ലോ, ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്താ 4 into t cube പ്ലസ് dou z by dou y എത്ര കിട്ടി 9 into x square into y square into dy by dt that is 3 into t square. ഇനി നമുക്ക് എന്താ വേണ്ടേ, എക്സും വൈനും ഇൻ ടേംസ് ഓഫ് ടിയിലോട്ട് മാറ്റണം. ഓക്കെ, എക്സും വൈയും ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വാട്ട് വി ഗെറ്റ് 6 into 4 6 into 4 24 24 into വാട്ട് ഈസ് വൈ, വൈ എന്ന് പറയുന്നത് ടി ക്യൂബ് അല്ലേ. അപ്പോൾ ഇവിടെ ടി ക്യൂബ് ദ ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ്, എക്സ് എന്ന് പറയുന്നത് ടി റൈസ് ടു 4 ഇൻറ്റു ടി ക്യൂബ് പ്ലസ് 9 വാട്ട് ഈസ് എക്സ്, എക്സ് എന്ന് പറയുന്നത് ടി റൈസ് ടു 4 ആണ്. അപ്പോൾ ടി റൈസ് ടു 4 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ വാട്ട് ഈസ് വൈ ടി ക്യൂബ്. അപ്പോൾ ടി ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 24 ഇൻറ്റു നോക്കിക്കേ എ റൈസ് ടു എം ഹോൾ റൈസ് ടു എൻ ഈക്വൽ ടു എന്താ എ റൈസ് ടു എം ഇൻറ്റു എൻ ആണല്ലോ. അതുപോലെ ടി ക്യൂബ് ദ ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോൾ എന്താണ് ടി റൈസ് ടു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ചെയ്യുമ്പോൾ ടി റൈസ് ടു 9. ഓക്കെ, ഇൻറ്റു ടി റൈസ് ടു 4 ഇൻറ്റു ടി റൈസ് ടു 3 പ്ലസ് 9 ഇൻറ്റു ടി റൈസ് ടു 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ടി റൈസ് ടു 4 ഇൻറ്റു 2 ദാറ്റ് ഈസ് 8 ഇൻറ്റു ടി റൈസ് ടു 3 the whole square എന്ന് പറയുമ്പോൾ t raised to 3 into 2 that is 6 into 3 into t square. Okay, which is equal to നോക്കിക്കേ t raised to 9 into t raised to 4 into t raised to 3 എന്താണ് a raised to m into a raised to n equal to എന്താണ് കുട്ടികളെ a raised to m plus n. അതുപോലെ t raised to 9 into t raised to 4 into t raised to 3 equal to 24 into t raised to 9 plus 4 പ്ലസ് 3 9 പ്ലസ് 4 എത്രയാ
9 plus 4 is 13. 13 plus 3 is 16. So t raised to 16 plus 9 into t raised to 8 plus 9 into 3 നമുക്ക് ചെയ്യാം. 9 into 3 എന്ന് പറയുന്നത് എത്രയാ? 27. അപ്പോൾ 27 t raised to 8 into t raised to 6 into t raised to 2 എന്ന് പറയുമ്പോഴത്തേക്കും 8 plus 6 14. 14 plus 2 എന്ന് പറയുന്നത് 16. അപ്പോൾ t raised to 16. 24 t raised to 16 plus 27 t raised to 16 എന്ന് പറയുമ്പോൾ എത്ര വരും? 51 t raised to 16. ഇതാണ് നമ്മുടെ എന്ത് dz/dt. നമുക്ക് എത്ര കിട്ടി? 51 t raised to 16 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആയോ? ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. അതായത് സെഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? സെഡിൻ്റെ വാല്യൂ എത്രയാണ് തന്നേക്കുന്നത്? ഗിവൺ z ഈക്വൽ ടു 3x² ഇൻറ്റു y ക്യൂബ്. ഈ സെഡിൽ എക്സിന് ടി റൈസ് ടു 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈക്ക് ടി ക്യൂബ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? dz/dt കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഏത് ആൻസർ തന്നെ കിട്ടും? നമ്മളിപ്പോൾ ചെയ്തില്ലേ 51 t raised to 16, അത് തന്നെ കിട്ടും കേട്ടോ. ചില സമയത്ത് എക്സാമിന് ചോദിക്കാം, ചിലപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെരിഫൈ ചെയ്യാനായിട്ട് ചില കേസിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 51 t raised to 16 എന്ന് തന്നെ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ലെറ്റ് z ഈക്വൽ ടു x² y such that x equal to t square, y equal to t cube. Use chain rule, find dz/dt. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, ശ്രദ്ധിച്ചാൽ മതി. എക്സ് എന്ന് പറയുന്നത് z എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ x and y ഇൻ ടേൺ ഡിപ്പെൻസ് അപ്പോൺ t. ഓക്കെ, സോ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. വി ഹാവ് എന്താണ്? dz/dt ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, which is equal to dou z/dou x into dx/dt plus dou z/dou y into dy/dt. റൈറ്റ്? ഇനി നമുക്ക് ഓരോ ടേംസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. dou z/dou x, dou z/dou y, dx/dt, dy/dt കാൽക്കുലേറ്റ് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസറിലോട്ട് വരാം, ചെയ്യാം. സോ വി ഹാവ് എന്താണ്? z ഈക്വൽ ടു x² y അല്ലേ തന്നേക്കുന്നത്. സോ നമുക്ക് dou z/dou x കാൽക്കുലേറ്റ് ചെയ്യാം, which is equal to dou/dou x of what is z? x² y. x² into y, which is equal to എന്താ? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ y കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ y പുറത്തെടുത്ത് dou/dou x of x² എന്താണ് കുട്ടികളെ? 2x. അപ്പം നമുക്ക് എന്ത് കിട്ടി? 2xy എന്ന് പറഞ്ഞിട്ട് കിട്ടി. Then we have dou z/dou y, which is equal to dou/dou y of what? x² y. Is equal to with respect to y ചെയ്യുമ്പോൾ x കോൺസ്റ്റൻ്റ് ആണ്, x² പുറത്തെടുത്തു ഇൻറ്റു dou/dou y. what is that? 1. that is x² into 1 is nothing but x². ഇത്രയും കിട്ടിയില്ലേ? നമുക്ക് dx/dt യും dy/dt യും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. Now we have to find out dx/dt. dx/dt which is equal to dx/dt എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? d/dt of what? x ന്റെ വാല്യൂ എന്താണ്? t², which is equal to d/dt of t² എന്താ? 2 into t. right? d/dt of y, that is dy/dt, which is equal to d/dt of what is y? t cube, which is equal to 3 into t². അപ്പോൾ എല്ലാ ടേംസും ആയല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. So we have dz/dt which is equal to എന്താണ്? dou z/dou x. dou z/dou x നമുക്ക് എത്ര കിട്ടിയത്? 2xy into dx/dt, that is 2t plus dou z/dou y is what? എത്ര കിട്ടി? dou z/dou y ൻ്റെ വാല്യൂ x² അല്ലേ? x² into dou y/dou t is 3t². ഓക്കെ, അപ്പോൾ നമുക്ക് ടീയിലല്ലേ വേണ്ടത്? ടീയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് വാട്ട്? ഡെറിവേറ്റീവ് എടുക്കേണ്ടതല്ല, ടീയിലോട്ട് വേണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സിലും വൈയിലും കിടപ്പുണ്ട്. അപ്പോൾ എക്സിന് നമുക്ക് t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? t², y ഈക്വൽ ടു t³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അന്നേരം എന്ത് കിട്ടും? 2 into എക്സിന് പകരം
ടി സ്ക്വയർ ഇൻറ്റു വൈക്ക് പകരം ടി ക്യൂബ് ഇൻറ്റു 2t പ്ലസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു ടി സ്ക്വയർ 3 ഇൻറ്റു ടി സ്ക്വയർ ഓക്കെ ഇറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ടി സ്ക്വയർ t raised to 2 into t raised to 3 into t raised to 1. ചെയ്യുമ്പോൾ എന്ത് കിട്ടും t raised to 2 plus 3 plus 1. What is 2 plus 3? 5. 5 plus 1? 6. Into 2 അല്ലേ into 2 plus t square the whole square എന്ന് പറയുമ്പോൾ എന്താ t raised to 4. t raised to 2 into 2 that is t raised to 4 into 3 into t square ആണല്ലോ which is equal to 2 into 2 എന്താ 4 t raised to 6 plus t raised to 4 into t raised to 2 എന്ന് പറയുമ്പോൾ t raised to 4 plus 2 that is t raised to 6 3 t raised to 6 അപ്പോൾ എത്ര കിട്ടി 4 t raised to 6 plus 3 t raised to 6 gives what 7 t raised to 6 എത്ര കിട്ടി 7 t raised to 6 ആൻസർ ആയില്ലേ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത് z equal to square root of 1 plus x minus 2x y raised to 4 given x equal to log t and y equal to 2t. Find dz by dt. അപ്പോൾ നമുക്ക് dz by dt ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ so we know dz by dt which is equal to what dou z by dou x into dx by dt plus dou z by dou y into dy by dt right calculate ചെയ്യാം so we have to find out dou z by dou x അപ്പോൾ dou z by dou x calculate ചെയ്യാം so what is dou z by dou x it is equal to dou by dou x so what is z square root of 1 plus x minus 2x y raised to 4 ആണല്ലോ ഇനി നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യാം സോ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഇത് റൂട്ടാണല്ലേ അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുവാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് എന്താ കുട്ടികളെ 1/2 റൂട്ട് എക്സ് പഠിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x വൈ റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ഈ റൂട്ടിനകത്തുള്ള വാല്യൂ അതുപോലെ എഴുതുക 1 പ്ലസ് എക്സ് മൈനസ് 2x വൈ റൈസ് ടു 4 ആണല്ലോ ഇൻറ്റു എന്താണ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ റൂട്ടിനകത്തുള്ള വാല്യൂ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ് കേട്ടോ ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x വൈ റൈസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും വൈ റൈസ് ടു 4 എന്ന് പറയുന്നത് what is that 1/2 into square root of 1 plus x minus 2x y raised to 4 into derivative of 1 plus x minus 2x y raised to 4 ഇവിടെ partial derivative ആയതുകൊണ്ട് partial derivative with respect to x of 1 plus x minus 2x y raised to 4 right which is equal to 1 divided by 2 into square root of 1 plus x minus 2x y raised to 4 into what is dou by dou x of 1 plus x minus 2x y raised to 4 dou by dou x of 1 0 dou by dou x of x 1 minus dou by dou x of 2x y raised to 4 എന്ന് പറയുമ്പോൾ with respect to x അല്ലേ അപ്പോൾ 2y raised to 4 നമുക്ക് പുറത്തെടുക്കാം 2y raised to 4 into dou by dou x of x എന്താണ് dou by dou x of x 1 ആണല്ലോ സോ നമുക്ക് എന്ത് കിട്ടി ആൻസർ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ത് കിട്ടി സോ വി ക്യാൻ റൈറ്റ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു 1 മൈനസ് 2y റൈസ് ടു 4 ദ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4 ഇത്രയും കിട്ടി ഓക്കെ ദാറ്റ് ഇസ് ഡോ ഇസഡ് ബൈ ഡോ എക്സ് കിട്ടി ഇനി നമുക്ക് എന്താ വേണ്ടേ dx by dt കാൽക്കുലേറ്റ് ചെയ്യാം dx by dt equal to d by dt of what is x log t which is equal to what is log t ന്റെ ഡെറിവേറ്റീവ് എന്താ 1/t അപ്പോൾ അതും കിട്ടിയേ നമുക്കിനി ഡോ z by ഡോ y കാൽക്കുലേറ്റ് ചെയ്യാം സോ ഡോ z by dou y
which is equal to dou by dou y of what is z, square root of 1 plus x minus 2xy raised to 4 ആണല്ലോ, which is equal to with respect to y ആണ് നമ്മൾ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 by 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് ആ സ്ക്വയർ റൂട്ടിനകത്തുള്ളത് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4 ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂട്ട്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആയതുകൊണ്ട് ഇവിടെ ഡോ ബൈ ഡോ വൈ എടുത്തു. നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4 ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് 1 എന്താ, 0. ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് എന്താ, 0. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ആണ്, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ 0 ആണ്. മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് 2x y റൈസ് ടു 4 ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് 2x നമുക്ക് പുറത്തെടുക്കാം, ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് y റൈസ് ടു 4 എത്ര കിട്ടും, 4 ഇൻറ്റു y ക്യൂബ് ആണല്ലോ. 4 ഇൻറ്റു മൈനസ് 2 എന്താ, മൈനസ് 8 ആണല്ലോ. ഓക്കെ, so which is equal to നമുക്ക് എന്ത് കിട്ടി, മൈനസ് 8x ഇൻറ്റു y ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്, ഡി വൈ ബൈ ഡി ടി കാൽക്കുലേറ്റ് ചെയ്യണം, വിച്ച് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വാട്ട് ഈസ് വൈ 2t ആണല്ലോ. അപ്പോൾ 2 കോമൺ എടുക്കാം, 2 ഇൻറ്റു dt by dt അല്ലേ, എന്ത് കിട്ടും, ഡെറിവേറ്റീവ് ടി വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എല്ലാ ടേംസും ആയിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കഴിയും. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, we have to find out dz by dt which is equal to എന്താ, dou z by dou x into dx by dt plus dou z by dou y into dy by dt ആണല്ലോ. അപ്പോൾ ഓരോ ടേംസ് എടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, which is equal to what is dou z by dou x, നമുക്ക് എന്താ കിട്ടിയത്, 1 മൈനസ് 2y റൈസ് ടു 4 divided by 2 into square root of 1 plus x minus 2x y raised to 4 into what is dx by dt, 1 by t plus what is dou z by dou y, dou z by dou y നമുക്ക് കിട്ടിയത് മൈനസ് 8 ആണ്, അപ്പോൾ ഇവിടെ മൈനസ് കൊടുക്കാം, മൈനസ് 8 x into y cube divided by square root of 1 plus x minus 2x y raised to 4 into what is dy by dt, dy by dt ൻ്റെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടായി. നമുക്ക് എക്സിന് എന്താണ് ലോഗ് ടിയും വൈക്ക് 2t ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടിയിൽ വേണം നമുക്ക് റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഡിനോമിനേറ്റർ ഇവിടെ ഈ 1 by t ഉണ്ടല്ലോ, ഈ 1 by t മിസ് ഇപ്പുറത്ത് എഴുതുവാണേ, ഇവിടെ എഴുതുവാണ് 1 by t. ഇപ്പോൾ 2 ഇവിടെ എഴുതുക, ഇൻറ്റു 1 by t ചെയ്യുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ടി വരും ആണല്ലോ, 2t വരും. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്റർ എന്താ, 2t ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4. ഇവിടെ എന്താ ഡിനോമിനേറ്റർ, സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 2x y റൈസ് ടു 4. ഇവിടെ എന്തിൻ്റെ കുറവുണ്ട്, ഒരു 2t കുറവുണ്ട് അല്ലേ, 2t കുറവ് നമുക്കിവിടെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യാം, നമുക്കൊരു ഒരു സെക്കൻഡ്, ഇവിടെ 2t കുറവല്ല, ആക്ച്വലി 2 ഞാനിവിടെ ഇടാൻ മറന്നുപോയതാണ്. ഓക്കെ, ഇവിടെ 2 ഉണ്ട് ആൾറെഡി. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടിയേക്കുന്നത്. അപ്പം ഇവിടെ എന്ത് വേണം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആക്കണം അല്ലേ, സെയിം ആക്കുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലിഫിക്കേഷൻ എളുപ്പമാവും. അപ്പോൾ ഇവിടെ 2t ഉണ്ട്, ഇവിടെ 2t ഇല്ല, അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകും, ഒരു t ഉണ്ട് ഇവിടെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഒരു t ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണേ, ഞാൻ ന്യൂമറേറ്ററിൽ ഒരു t ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, ഡിനോമിനേറ്ററിൽ ഒരു t ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്ത്, വാല്യൂസിന് ഡിഫറൻസ് വരത്തില്ലല്ലോ, സെയിം വാല്യൂ തന്നെ വരും. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്റർ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് പോവാം അല്ലേ. ദിസ് ഈക്വൽ ടു 1 മൈനസ് 2 ഇൻറ്റു വൈ റൈസ് ടു 4 മൈനസ് 8 ഇൻറ്റു 2 എന്താ കുട്ടികൾ 16 എക്സ് ഇൻറ്റു വൈ ക്യൂബ് ഇൻറ്റു ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ 2t into square root of 1 plus x minus 2x y raised to 4 ഇങ്ങനെ വന്നേക്കുന്നത് ആണല്ലോ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. x is equal to എന്താ log t and y equal to 2t. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുവേ. സോ which is equal to 1 minus 2 into y raised to 4 that is 2y അല്ല 2t. വൈയുടെ വാല്യൂ 2t ആണല്ലോ, അപ്പോൾ 2t the whole raised to 4 minus 16 into what is x log t into y cube 2t the whole cube into t whole divided by 2t into square root of 1 plus x ന്റെ വാല്യൂ എന്താ log t minus 2 into what is x is log t, what is y 2t the whole raised to 4. ഓക്കെ, മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്യണേ, സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് is equal to എന്തായിട്ട് 1 minus 2 into 2 raised to 4 എന്താ 16 അല്ലേ. 2 raised to 4 16 into 2 ചെയ്യുമ്പോൾ 32. അപ്പോൾ 32 into t raised to 4 minus 16 into log t. 2ന്റെ ക്യൂബ് എത്രയാ 8 into t ക്യൂബ്. അപ്പോൾ 8 into ഇവിടെ എന്താ കിട്ടുക 8 into t ക്യൂബ് into t ഉണ്ട്. അപ്പോൾ t ക്യൂബ് into t raised to 4. അപ്പോൾ എന്ത് കിട്ടും 8 into t raised to 4. ഓക്കെ, the whole divided by denominator നമുക്ക് കിട്ടുന്നത് 2t into square root of 1 plus log t minus ഇവിടെ നമുക്ക് 2 ഉണ്ടല്ലേ 2 raised to 4 16 into 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും 32 into log t into t raised to 4 into t raised to 4. ഓക്കെ, ഇനി നോക്കിക്കേ ന്യൂമറേറ്ററിൽ 1 മൈനസ് 32 t raised to 4 മൈനസ് 16 into 8 is 128 ആണേ. into 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 128, അതായത് മൈനസ് ഇങ്ങനെ കിട്ടുക 128 t raised to 4 into log t into log t ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെയാണ് വരുന്നത് 1 minus 32 t raised to 4 minus 128 t raised to 4 log t divided by 2t into square root of 1 plus log t minus 32 log t into t raised to 4. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ dz by dt എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്, ചെയിൻ റൂൾ ആണ് പഠിച്ചത്. ചെയിൻ റൂൾ ഓഫ് 2 വേരിയബിൾസ് ആണ് പഠിച്ചത് അല്ലേ. ജസ്റ്റ് ആദ്യത്തെ പേജിലോട്ട് പോട്ടെ. ഓക്കെ, ഇതാ പഠിച്ചത്. അതായത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും 2 ഇൻ്റർമീഡിയറ്റ് വേരിയബിളും ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വരുന്ന കേസാണ് നമ്മൾ പഠിച്ചത്. അതായത് w ഡിപ്പെൻഡ്സ് അപ്പോൺ x and y ഡിപ്പെൻഡ്സ് അപ്പോൺ സിംഗിൾ വേരിയബിൾ t ആയിക്കഴിഞ്ഞാൽ dw by dt നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള ഈ ടൈപ്പ് ടെസ്റ്റാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുണ്ട് അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് w ഡിപ്പെൻഡ്സ് അപ്പോൺ x and y and this x and y, both x and y depends upon 2 variables u and v. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് dw by d അല്ല w by u by v നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ചോദിച്ചോളൂ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.
ബൈ.